ഏറ്റവും ചെറിയ യൂണിറ്റിനെ, അതും ബിറ്റാണ്. ആദ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരെന്ന് ചോദിച്ചാൽ അഡ ലൗലേസ്. മോർഫിംഗ് ഉപയോഗിച്ച ആദ്യ ചിത്രം, അത് വില്ലോയാണ്. ഈ വില്ലോ എന്ന് കേൾക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന എന്താണ് വില്ലോ എന്ന് പറയുന്ന ഒരു മരം ഉപയോഗിച്ച്. വാണിജ്യ വ്യവസായത്തിനായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷയാണ് കോബോൾ, കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. ഫുൾ ഫോമിൽ തന്നെ ഉണ്ട്. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടറുകൾ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജാണ് ജാവ. ജാവയുടെ ആദ്യകാല പേര് ഓക്ക് എന്നായിരുന്നു. ജാവ ജെയിംസ് ഗോസ്ലിംഗ് എന്ന ആളാണ് റെഡിയാക്കിയെടുത്തത്. ജെയിംസ് ഗോസ്ലിംഗ്. ആ സ്ഥാപനം, ജാവ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം സൺ മൈക്രോ സിസ്റ്റമാണ്. അപ്പോൾ ജെയിംസ് ഗോസ്ലിംഗ് ഉപജ്ഞാതാവും സൺ മൈക്രോ സിസ്റ്റമാണ് സ്ഥാപനവും. ജാവയുടെ ഉടമസ്ഥാവകാശം കൈവശമാക്കിയ സ്ഥാപനം, അത് പിന്നീട് കൈവശമാക്കിയ ഒറാക്കിളാണ്, ഒറാക്കിൾ കോർപ്പറേഷൻ. സി ലാംഗ്വേജിൻ്റെ ഉപജ്ഞാതാവായിരുന്നു ചോദിച്ചാൽ ഡെന്നീസ് റിച്ചി. തന്മാത്ര വിശകലനം, ബഹിരാകാശ ഗവേഷണം, അണുപരീക്ഷണം, കാലാവസ്ഥ പ്രവചനം എന്നീ മേഖലകളിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയും. നമുക്കറിയാം സൂപ്പർ കമ്പ്യൂട്ടർ നമ്മുടെ ഇന്ത്യയിലെ ഏതാണെന്ന് നമുക്കറിയാം. 1991 പരം 8000 എന്ന് പറയുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ത്യക്കുണ്ടായി. അതാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവാര സിമൂർ ക്രേ. സൂപ്പർ കമ്പ്യൂട്ടറുകൾ നിലവിൽ വന്ന വർഷം 1960. ഇന്ത്യയിൽ 1991 പരം 8000. ആദ്യത്തെ 1960 ലോകത്ത്. പരമ്പരയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ മുഖ്യ ശില്പി ആരെന്ന് ചോദിച്ചാൽ വിജയ് പി ഭട്കർ. അദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ്. ഓക്കെ. ISRO 2011 ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിച്ചെടുത്തു. അതിനെ സാഗ 220 എന്നാണ് അറിയപ്പെടുന്നത്. ഈ സാഗ 220 എന്ന് പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടർ ഫോർ എയറോസ്പേസ് വിത്ത് GPU ആർക്കിടെക്ചർ 220 ടെറാഫ്ലോപ്സ്. അതാണ് സാഗ 220. ഇത് നമ്മുടെ തിരുവനന്തപുരത്തെ VSSCയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്ത് കൽപ്പന ചൗളയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടറാണ് KC. അമേരിക്കനാണ് കേട്ടോ KC. കാരണം കൊളംബിയ എന്ന വാഹനത്തിൽ വെച്ചാണ്, അതായത് സ്പേസ് വാഹനത്തിലാണ് നമ്മുടെ കൽപ്പന ചൗള മരണപ്പെടുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഇന്റലിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ക്ലാസ്മേറ്റ്. കമ്പ്യൂട്ടർ മൗസിൻ്റെ സൃഷ്ടാവാര, അത് ഡഗ്ലസ് ഏഞ്ചൽ ബർട്ട. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള കമ്പ്യൂട്ടറാണ് സമ്മിറ്റ്. USA സമ്മിറ്റ്. ഇന്ത്യയുടെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് അത് പ്രത്യുഷ്. ലോകത്തിലാണെങ്കിൽ സമ്മിറ്റ്, ഇന്ത്യയിലാണെങ്കിൽ പ്രത്യുഷ് വികസിപ്പിച്ചത് IITM പൂനെയാണ് പ്രത്യുഷിനെ വികസിപ്പിച്ചെടുത്തത്. ആദ്യ പോർട്ടബിൾ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന ഓസ്ബോൺ സ്മിത്ത് എന്ന് പറയുന്ന ഒരാളെ കേട്ടിട്ടുണ്ടോ? ഓസ്ബോൺ സ്മിത്ത്. അദ്ദേഹമാണ് RBIയുടെ ആദ്യത്തെ ഗവർണർ. അത് ഇതുവരെ കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നു. ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ആൾട്ടയർ 8800. ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ അത് CDC 6600 CDC 6600. പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ആൾട്ടയർ 8800. സൂപ്പർ കമ്പ്യൂട്ടർ CDCയിലെ ഒക്കെ വെച്ച് സൂപ്പർ കമ്പ്യൂട്ടർ ഒന്ന് കണക്ട് ചെയ്യാം. 6600. ഒരു കെട്ടിടത്തിലോ ഓഫീസിലോ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിനെയാണ് LAN എന്ന് പറയുന്ന ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. മുമ്പൊരു PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് WLANൻ്റെ ഫുൾ ഫോം. അത് വയർലെസ് LAN ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. ഓക്കെ. കേബിൾ TV നെറ്റ്വർക്കിനായി ഉപയോഗിക്കുന്ന സംവിധാനം അത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. MAN എന്ന് പറയും, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, WAN. ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമം ഒപ്റ്റിക്കൽ ഫൈബറാണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന ഒരു പ്രതിഭാസം ഉപയോഗിച്ചാണ് ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്നത്. ലോകത്തിൽ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് 1982. ഈ 1982 കണക്ട് ചെയ്ത് രണ്ട് കാര്യം നമുക്ക് ഓർമ്മിച്ചിരിക്കാം. നബാർഡും എക്സിം ബാങ്കും 1982 വന്നത്. ഓക്കെ. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളും 1982.
ഏറ്റവും വലിയ വാൻ എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നും ഇൻ്റർനെറ്റ് അറിയപ്പെടുന്നു. ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപം ആർപ്പാനെറ്റാണ്, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. അതാണ് ആർപ്പാനെറ്റ്, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്നത് 1995 സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്നാണ്. 1995 ആഗസ്റ്റ് 15. ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കിയ സ്ഥാപനം VSNL ആണ്, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. കമ്പനികൾ ഇൻ്റർനെറ്റ് വഴി നൽകുന്ന ഇമെയിൽ സംവിധാനമാണ് ഈ വെബ് മെയിൽ എന്ന് പറയും. വെബ് മെയിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകളിനെ ബഗ്ഗുകളെന്നും അത് തെറ്റുകൾ നീക്കം ചെയ്യുന്നതിനെ ഡീബഗ് എന്നും പറയും. ഈ Y2K എന്ന് പറയുന്ന ഒരു സംഭവം ചോദിക്കുക, എന്താണ് Y2K? അത് ബഗ്ഗാണ് കേട്ടോ, ഒരു തെറ്റാണ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നടത്തുന്ന ഇലക്ട്രോണിക് ആശയവിനിമയത്തിനെയാണ് നമ്മൾ ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിൽ ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെ ഇമെയിൽ ക്ലയൻറ്റ് എന്ന് പറയും. ഓക്കെ, Gmail ഒരു ഇമെയിൽ ക്ലയൻറ്റാണ്. ഇലക്ട്രോണിക് രീതിയിൽ ഇൻ്റർനെറ്റ് വഴി ബിസിനസ് നടത്താൻ സഹായിക്കുന്ന സംവിധാനമാണ് ഇ-കൊമേഴ്സ്. ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനുമുള്ള യുണീക്ക് അഡ്രസ്സിനെ നമ്മൾ IP അഡ്രസ്സ് എന്ന് പറയും. ഓക്കെ, വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവാരാണ്? അത് ടിം ബെർനേഴ്സ്-ലീ. വേൾഡ് വൈഡ് വെബിൻ്റെ ആസ്ഥാനം ജനീവയാണ്. WHO ആസ്ഥാനം ജനീവയാണ്. UN ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് ജനീവയാണ്. അങ്ങനെ പിന്നെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ജനീവയാണ്. അങ്ങനെ കുറേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ജനീവയാണ്. കുറേ കാര്യങ്ങൾ ജനീവയിലുണ്ട്. വേൾഡ് വൈഡ് വെബും ജനീവയാണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ലോജിക്കൽ സ്റ്റെപ്പാണ് അൽഗോരിതം. അൽഗോരിതത്തിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ പ്രതിനിധാനം ചെയ്യാനായി ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളെ ഫ്ലോ ചാർട്ടുകൾ എന്ന് പറയും. ഫ്ലോ ചാർട്ട് വിവിധ പേഴ്സണൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്കിലെ ഏറ്റവും പ്രധാനമായ കമ്പ്യൂട്ടറാണ് സെർവർ. മിക്ക ഓഫീസുകളിലും സെർവർ ഉണ്ടാവും. സെർവറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകളെല്ലാം ക്ലയൻറ്റുകൾ എന്ന് പറയും. ക്ലയൻറ്റ്. ഒരു വെബ് പേജിലെ പ്രധാന പേജ് അറിയപ്പെടുന്നത് എന്താണ്? തുടക്കത്തിൽ ഹോം പേജ് എന്ന് പറയും. വിവിധ വെബ് പേജുകളെ സൂചിപ്പിക്കുന്ന പ്രത്യേക വെബ് അഡ്രസ്സുകളെ URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയും. വെബ് പേജിൽ നിന്നും മറ്റ് വെബ് പേജുകളിലേക്ക് കണക്ട് ചെയ്യുന്ന ടെക്സ്റ്റ്, ഇമേജ് എന്നിവയെല്ലാം ഹൈപ്പർ ലിങ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. യൂസറിന് ആവശ്യമുള്ള www നിന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റുകളെ നമ്മൾ സെർച്ച് എഞ്ചിൻ എന്ന് പറയും. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ്. ലോകത്തിലെ ആദ്യ സെർച്ച് എഞ്ചിൻ ആർക്കിയാണ്. ആർച്ചി എന്ന് പറയും. സെർച്ച്. ആർച്ചി അല്ലെങ്കിൽ ആർക്കി നിർമ്മിച്ച വ്യക്തി അലൻ എംറ്റേജ് ആണ്. ആരാണ്? അലൻ ട്യൂറിംഗ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവാണ് അലൻ ട്യൂറിംഗ്. അലൻ എംറ്റേജ് ആണ് ആർച്ചി നിർമ്മിച്ച ആ വ്യക്തി. ഇന്ത്യ വികസിപ്പിച്ച സെർച്ച് എഞ്ചിൻ ഗുരുജി എന്ന് പറയും. ഗുരുജി എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ ഇന്ത്യയാണ്. ബിങ് ആരുടെ സെർച്ച് എഞ്ചിനാണ്? മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എഞ്ചിനാണ് ബിങ്, BING. ഒരു ഡാറ്റാ ബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡാറ്റ സെർച്ച് ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ ബ്രൗസിംഗ് എന്ന് പറയും. ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറിനെ നമ്മൾ വെബ് ബ്രൗസർ എന്ന് പറയും. ബ്രൗസ് ചെയ്യുന്ന എന്താണോ അത് വെബ് ബ്രൗസർ. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ഓക്കെ, മൈക്രോസോഫ്റ്റാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്തത്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ നിലവിൽ വന്നത് 1995 നമുക്ക് ഇന്ത്യക്ക് ഇൻ്റർനെറ്റ് സേവനം വന്ന അതേ വർഷം തന്നെയാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററും നിലവിൽ വരുന്നത്. ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ സഫാരിയാണ്. സഫാരി ആപ്പിളിൻ്റെ വെബ് ബ്രൗസറാണ്. ഓക്കെ, ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനം Gmail-ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഇമെയിൽ സംവിധാനമാണ് ഹോട്ട്മെയിൽ സബീർ ഫാട്ടിയുടെ. ഓക്കെ, ഗൂഗിളിൻ്റെ മൂല്യം എന്താണ്? 10⁻100 ആണ് ഗൂഗിൾ എന്നറിയപ്പെടുന്നത്. ഗൂഗിൾ. ഇന്ത്യയുടെ ആദ്യ വെബ് ബ്രൗസർ എപ്പിക്കാണ്. ഇന്ത്യയുടെ ആദ്യ വെബ് ബ്രൗസർ. എപ്പിക്ക് 2010 ജൂലൈ 15 നിലവിൽ വരുന്നത്. എപ്പിക് വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് ഹിഡൻ റിഫ്ലക്സ്, ബാംഗ്ലൂരിലെ ഒരു കമ്പനിയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇൻ്റർനെറ്റിലെ സൗഹൃദ കൂട്ടായ്മ ഫേസ്ബുക്കായിരുന്നു. ഇപ്പം മാറ്റം ഉണ്ടാവണം. ഓക്കെ, മുമ്പ് ഫേസ്ബുക്കായിരുന്നു. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ മാർക്ക് സുക്കൽബർഗാണ്. ഇൻ്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് വെബി എന്നും പറഞ്ഞൊരു അവാർഡുണ്ട്, വെബി അവാർഡ്. സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനമാണ് ബ്ലോഗാണ് അത്. ബ്ലോഗ് എന്ന് വെച്ചാൽ വീഡിയോ. ബ്ലോഗുകൾ ആദ്യകാലങ്ങളിൽ അറിയപ്പെടുന്നത് വെബ്ലോഗ് എന്നായിരുന്നു. വെബ്ലോഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ബർഗറാണ്.
ബ്ലോഗ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് പീറ്റർ മെർഹോൾസ് ആണ്. പീറ്റർ മെർഹോൾസ്. ബ്ലോഗിലെ ഓരോ അധ്യായങ്ങളും അറിയപ്പെടുന്നത് പോസ്റ്റ് എന്നാണ്. അടുത്ത് ഗൂഗിളിൻ്റെ സ്ഥാപകൻ ആരാ? ലാറി പേജും സെർജി ബ്രിന്നും കൂടെ ചേർന്നാണ് ഗൂഗിൾ സ്ഥാപിച്ചത്. ഓർക്കുട്ട് ബെയ്ക്കുട്ടൻ. വിക്കിപീഡിയ ജിമ്മി വെയിൽസും ലാറി സാങ്ങറും. വാട്സപ്പിൻ്റെ ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്ന വാട്സപ്പിൻ്റെ ജാൻ കൂമും ബ്രയാൻ ആക്ടണും. വിക്കിലീക്സ് ജൂലിയസ് അസാഞ്ച്. ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡത്തിൻ്റെ പൂർണ്ണരൂപം എന്താ? മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ. കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്.